നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമം. 6 BJP പ്രവർത്തകർക്കെതിരെ കേസ്. മേഖലയിൽ സംഘർഷാവസ്ഥ. തളിക്കുളം മെടശ്ശേരിയിൽ വീടിന് നേരെ ആക്രമണം. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു. ും ആശംസകൾ കൈമാറിയും വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റു. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തീരദേശത്തെ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. കൈപ്പമംഗലം കൊപ്രക്കളം മസ്ജിദുൽ മുജാഹിദീനിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ ഷുക്കൂർ സൊലാഹി നേതൃത്വം നൽകി. കൈപ്പമംഗലം ബോർഡ് നവോത്ഥാന കേന്ദ്രത്തിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുറഹ്മാൻ ഫാറൂഖിയും നേതൃത്വം നൽകി. في جنة عالية لا تسمع فيها لاغيا فيها عين جارية. الله أكبر الله أكبر الله أكبر. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് KS അബ്ദുൽ മജീദ് മുസ്ലിയാർ നേതൃത്വം നൽകി. ചന്ദ്രാപ്പിനി ചിറക്കൽ മസ്ജിദിൽ റഫീഖ് ലത്തീഫിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. കൂരിക്കുഴ ജുമാ മസ്ജിദിൽ ഷമീർ സക്കാഫി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. കൈപ്പമംഗലം വിളക്കുപറമ്പ് മുഹീദ്ദീൻ മസ്ജിദിൽ അബ്ദുൽ ഹക്കീം റഹീമിയാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. കൈപ്പമംഗലം പുത്തൻപള്ളിയിൽ ഫൈസൽ ബദരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. ചന്ദ്രാപ്പിന്നി നൂറുൽ ഹുദ മസ്ജിദിൽ ഷംസുദ്ദീൻ സക്കാഫിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പ്രത്യേക ഖുതുബ പ്രഭാഷണങ്ങളും കൂട്ടപ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. തുടർന്ന് പരസ്പരം ആശ്ലേഷിച്ച് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന ഈദ്ഗാഹിന് അഷ്റഫ് നദ്വി നേതൃത്വം നൽകി. തൃപ്പയാർ SNDP സ്കൂൾ മൈതാനിയിൽ നടന്ന ഈദ്ഗാഹിന് MA ആദം മൗലവിയും നേതൃത്വം നൽകി. തൃപ്പയാർ ടൗൺ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നാസർ ഫൈസിയാണ് നേതൃത്വം നൽകിയത്. വലപ്പാട് പുത്തൻപള്ളിയിൽ ഷിഹാബുദ്ദീൻ റഹ്മാനിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. നാട്ടിക ജുമാ മസ്ജിദിൽ NH കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരും
തളിക്കുളം ജുമാ മസ്ജിദിൽ ഗസാലി അഹ്സനിയുമാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. പെരിഞ്ഞനം വെസ്റ്റിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമം. ദേഹമാസകലം വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ സെക്രട്ടറിയെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPIM പെരിഞ്ഞനം മാറാട്ടുകടവ് ബ്രാഞ്ച് സെക്രട്ടറി കിഴക്കേടത്ത് KP ഷാജിക്കാണ് വെട്ടേറ്റത്. ദേശാഭിമാനി പത്രത്തിന്റെ വിതരണക്കാരനായ ഇയാൾ വെള്ളിയാഴ്ച പുലർച്ചെ 5:45 പത്രമെടുക്കുന്നതിനായി ആറാട്ടുകടവിൽ നിന്നും പെരിഞ്ഞനം സെന്ററിലേക്ക് വരവേ പഞ്ചാര വളവിനടുത്തുള്ള ക്ഷീരസഹകരണ സംഘത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 6 അംഗ സംഘം സൈക്കിളിൽ വരികയായിരുന്ന ഷാജിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാജിയെ സംഘം ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു. തലയിലും ഉടലിലും കാലിലും വെട്ടേറ്റ ഷാജി അരമണിക്കൂറോളം റോഡിൽ കിടന്നു. തുടർന്ന് വെട്ടേറ്റ നിലയിൽ റോഡിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് ഷാജിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ച ഇയാളെ പിന്നീട് എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കർ, CIM സുരേന്ദ്രൻ, SIമാരായ D മിഥുൻ, PK പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. ഈ മേഖലയിൽ കുറച്ചുനാളുകളായി നിലനിൽക്കുന്ന CPM BJP സംഘർഷമാണ് സംഭവത്തിന് പിന്നിലെന്നും ഷാജിക്ക് നേരെയുണ്ടായത് ആസൂത്രിത നീക്കമാണെന്നും പോലീസ് പറഞ്ഞു. വെട്ടേറ്റ് അരമണിക്കൂറോളം റോഡിൽ കിടന്നതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് BJP പ്രവർത്തകർക്ക് ഈ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലായി മർദ്ദനമേറ്റിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് വെള്ളിയാഴ്ചയിലെ സംഭവം. പത്രവിതരണത്തിനായി പതിവായി ഇതുവഴി പോകുന്ന ഷാജിയെ ആസൂത്രിതമായി BJP പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതാക്കൾ പറഞ്ഞു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിന്റെ PTA പ്രസിഡന്റുമാണ് വെട്ടേറ്റ ഷാജി. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരായ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറാട്ടുകടവിൽ സ്വദേശി കുറുപ്പത്ത് ഷിബി, അടിപ്പറമ്പിൽ രാജു, തട്ടാൻ സുധി, കോക്കാൻ അനീഷ്, സുബീഷ്, മുത്തു എന്നിവർക്കെതിരെയാണ് 307 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസെടുക്കപ്പെട്ട എല്ലാവരും മതിലകം സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. കൊലപാതക ശ്രമം ഉൾപ്പെടെ ഇവർക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. കൊടുങ്ങല്ലൂർ CIM സുരേന്ദ്രനാണ് കേസിന്റെ അന്വേഷണ ചുമതല. KP ഷാജിയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പെരിഞ്ഞനം വെസ്റ്റിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിൽ പ്രതിഷേധം ഇരമ്പി. പഞ്ചാരവളവിൽ നിന്നും ആരംഭിച്ച പ്രകടനം താടിവളവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. CM വേലായുധൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. PK ചന്ദ്രശേഖരൻ, KS മുഹമ്മദ്, KK അബീദ് അലി, NK രാമദാസ് എന്നിവരും സംസാരിച്ചു. അല്ലാത്തപക്ഷം ജനങ്ങളെ അടിയുറത്തിക്കൊണ്ട് ഈ ആളുകളെ വരവേൽക്കുന്നത് ആവശ്യമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവരെ ഒറ്റപ്പെടുത്തുമെന്നും ഈ സമൂഹത്തെ തറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.